ദരിദ്രന്റെ മകൻ പിശുക്കനാകും, പിശുക്കന്റെ മകൻ സമ്പന്നനാകും, സമ്പന്നന്റെ മകൻ ധൂർത്തനാകും, ധൂർത്തന്റെ മകൻ വീണ്ടും ദരിദ്രനാകും. പണ്ടെപ്പോഴും കേട്ടൊരു കഥയാണ്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിന് ഒരു പഴയൊരു ചരിത്രമുണ്ട്. നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കണമെന്നൊന്നുമില്ല, പുറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. കേരളത്തിൽ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വന്നൊരു തലമുറ എന്ത് ചെയ്തു? നാട് വിട്ടു. സിലോണിലേക്ക്, ബോംബെയിലേക്ക്, ചെന്നൈയിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക്. ഗൾഫിലൊക്കെ പോയി ഇഷ്ടംപോലെ പൈസ ഉണ്ടായി. പിന്നെ തിരിച്ചു വന്നു. അപ്പൊ വലിയ കുഴപ്പമില്ല, അല്ലല്ലോ വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു തലമുറ വീണ്ടും ഇവിടെ ഉണ്ടായി. അവരും കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് സമ്പന്നതയുടെ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ എന്താണ്? ധൂർത്തന്മാരുടെയാണ്. ധൂർത്തന്മാർ മാത്രമല്ല, തെമ്മാടികളും കൂടിയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ സിറ്റുവേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തലമുറ അടുത്തത് ദാരിദ്ര്യത്തിന്റെ തലമുറയായിരിക്കില്ല. ഒന്നിനും കൊള്ളാത്ത, ഒരു ഗതിക്കും ഒരു മനുഷ്യനെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു തലമുറയായിരിക്കും വരുന്നത്. നമുക്ക് തോന്നുന്നുണ്ടാവും ഇവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, നമ്മൾ എന്തെങ്കിലും പോയി പറഞ്ഞ അമ്മാവന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സർക്കാർ സംവിധാനങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ചിലപ്പോൾ തലമാണ് കാണൂല.